ഹായ് ഹലോ. മഴ പെയ്ത് തോർന്ന ഒരു രാവിലെയാണ് കേട്ടോ ഒന്ന്. അപ്പം അമ്മ തലേദിവസം ചീരയൊക്കെ അരിഞ്ഞ് വെച്ചുകൊണ്ട് രാവിലെ എനിക്ക് കറി വയ്ക്കാൻ എളുപ്പമായി. ചീരക്കറിയും ചെറുപയർ ഉപ്പേരിയും സോയാബീനൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് തരും, നമ്മളത് വിശപ്പോടെ കഴിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇന്നും ഓരോ ദിവസം ഓരോന്ന് ഉണ്ടാക്കുമ്പോഴും മക്കളെന്ത് കഴിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് എരിവും ഉപ്പും മുളകൊക്കെ അധികം വേണമെങ്കിലും അവരുടെ എരിവും ഉപ്പും മുളകൊക്കെ ചേർത്ത് അവരുടെ ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ് ഇന്ന് ഞാൻ ഓരോന്ന് ഉണ്ടാക്കുന്നത്. പണ്ട് പക്ഷെ നമ്മൾ എന്ത് കിട്ടിയാലും അത് വിശപ്പോടെ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് രുചിയുണ്ടായിരുന്നു, നമ്മളത് കഴിക്കും ചെയ്യുമായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ എങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താലും നമ്മളുടെ മക്കൾ കഴിക്കില്ല കേട്ടോ. അപ്പൂൻ്റെ സ്കൂളിലേക്ക് ഓരോ ദിവസം ഓരോന്നാണ് കേട്ടോ ഞാൻ കൊടുത്തു വിടാറ്. അവർക്ക് സ്കൂളിൽ നിർബന്ധമാണ് ആഴ്ചയിൽ 2 ദിവസം പച്ചക്കറികൾ, 2 ദിവസം പയറുവർഗ്ഗങ്ങൾ, 1 ദിവസം ഇലക്കറി എന്ന് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ ഉപ്പേരിയൊക്കെ വെക്കാറ് കേട്ടോ. കറികളായിട്ട് കൂടുതലായിട്ടൊന്നും അവന് കൊടുത്തു വിടാറില്ല, ഉപ്പേരിയൊക്കെ ആയിട്ടാണ് കേട്ടോ കൊടുത്തു വിടാറ്. കറി ഒഴിച്ചാലും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഉപ്പേരിയായിട്ട് അവൻ കഴിക്കുന്ന രീതിയിലാണ് കൊടുത്തു വിടാറ്. അപ്പോൾ ടീച്ചേഴ്സ് അതെങ്ങനെയെങ്കിലും കഴിപ്പിക്കും കേട്ടോ. പൊതുവേ അവന് കഴിക്കാൻ നല്ല മടിയാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പശു പ്രസവിക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ റെഡിയായി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പൂസ് നല്ല ഹാപ്പിയിലാണ്. അവർ പൊതുവേ സ്കൂളിൽ പോകുമ്പോൾ വലിയ മടിയൊന്നുമില്ല കേട്ടോ. നോമ്പുകാലം ആയതുകൊണ്ട് പതിവ് പോലെ വലിയ തിരക്കൊന്നും കടയിലില്ല. അപ്പൂസിൻ്റെ വണ്ടിയൊക്കെ വന്നു അപ്പൂസിനെ കയറ്റി വിട്ടു കേട്ടോ. വീട്ടിലെ ഇപ്പോഴത്തെ സുന്ദരിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നിശാഗന്ധി കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ഇല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഇല കൂടെ വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ മഴയൊക്കെ പെയ്ത് സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ. നിറയെ തക്കാളിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള മഴയുടെ ഈ വരവിലെ ചെടികളൊക്കെ ഹാപ്പിയാണ്, ഒപ്പം ഞാനും. അപ്പോൾ ഓക്കേ.